ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10:50 ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. നിപ്പ വൈറസ് ബാധിച്ച 14-കാരന് ജൂലൈ 10-ാം തീയതി മുതലാണ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഇന്നലെ വൈകിട്ട് നിപ്പ സ്ഥിരീകരിച്ചു. ആരോഗ്യനിലയിൽ ഒരു ഘട്ടത്തിലും പുരോഗതി ഉണ്ടായിരുന്നില്ല. മസ്തിഷ്ക ജ്വരവും ചെള്ളുപനിയും സ്ഥിരീകരിച്ചിരുന്നു. ആകെ 246 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 63 പേർ ഹൈറിസ്ക് പട്ടികയിലാണ്. സമ്പർക്ക പട്ടികയിലുള്ള 2 പേർ അവർക്ക് ലക്ഷണങ്ങൾ പനിയുള്ളത് കൊണ്ടാണ്. എന്നാൽ അത് നിപ്പയാണെന്ന് സംശയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ മറ്റ് വൈറൽ ഫീവർ അവർക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിനിടെ രോഗലക്ഷണങ്ങളുള്ള ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ച കുട്ടിയുടെ വീടിന് 2 കിലോമീറ്റർ അകലെയുള്ള 68-കാരനാണ് കോഴിക്കോട്ടേക്ക് മാറ്റിയത്. എന്നാൽ ഇയാൾക്ക് കുട്ടിയുമായി സമ്പർക്കമില്ല. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിലവിലെ നിയന്ത്രണം തുടരും. ഈ പ്രദേശങ്ങളിൽ ആൾക്കൂട്ടം പാടില്ല. ജില്ലയിലാകെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം കേരളത്തിലേക്കെത്തും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.